ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, പിശാച് നമ്മുടെ ഉയർച്ചകൾ തടയുവാനായിട്ട് നമ്മെ ഉന്നമിട്ട് നിൽക്കുന്നു എന്നുള്ളത്. പ്രതികൂലങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അത് വിജയത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, പ്രതിസന്ധികൾ വർദ്ധിക്കുന്നുവെങ്കിൽ, പ്രതികൂലങ്ങൾ വളരെ വർദ്ധിക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ അനുഗ്രഹം വലുത് ആണെന്ന്. വലിയ അനുഗ്രഹങ്ങൾ ഉള്ളവർക്ക് വലിയ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വരും. ആ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് വരുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഹന്നയെ നോക്കാം. ഹന്ന വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയി. പക്ഷേ പിന്നാളിൽ ഹന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ശമൂവേൽ പ്രവാചകന് ജന്മം കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും, യോഖോബേദ് എന്ന സ്ത്രീ. അത് മറ്റാരുമല്ല, മോശക്കുഞ്ഞിൻ്റെ അമ്മ. മോശക്കുഞ്ഞ് ജനിച്ചതായ സമയത്ത് ആ മോശക്കുഞ്ഞിനെ കൊല്ലുവാൻ ഇടയാകുമല്ലോ എന്ന് ആ അമ്മ വളരെ വേദനപ്പെട്ടു, പ്രയാസപ്പെട്ടു. പക്ഷേ ആ അമ്മ ദൈവത്തിൻ്റെ കൃപയാൽ ആ മകനെ കാത്തു സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷേ എങ്ങനെ ആ അമ്മയുടെ വിശ്വാസം അവിടെ ജ്വലിക്കുവാൻ ഇടയായി തീർന്നു? ആരാണോ കൽപ്പന ഇട്ടത്, പുരുഷ പ്രജകളെ എല്ലാം, പുരുഷനായി ജനിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം, അതായത് ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലുവാനായിട്ട് ആരാണോ ഓർഡർ ഇട്ടത്, ആ വ്യക്തിയുടെ, ആ രാജാവിൻ്റെ ആ രാജസന്നിധിയിൽ തന്നെ വളരുവാനായിട്ട് മോശയ്ക്ക് കൃപ ലഭിച്ചു. ദൈവം മോശയെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് മോശയുടെ സമയത്ത് മോശ മരിക്കുവാനായിട്ട്, മോശയെ കൊല്ലുവാനായിട്ട് പിശാച് തന്ത്രമെടുത്തതാണ് ആ ഓർഡർ. പക്ഷേ ആ ഓർഡർ ആരാണോ ചെയ്തത്, ആ വ്യക്തിയുടെ സന്നിധിയിൽ തന്നെ മോശയെ വളർത്തുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ആ മോശയിലൂടെ ദൈവം നമുക്കായി നൽകിയതായ കൽപ്പനകൾ, ന്യായപ്രമാണങ്ങൾ എല്ലാം എഴുതുവാൻ ഇടയായി തീർന്നു. അങ്ങനെ നാം നോക്കുമ്പോൾ, ഓരോരുത്തരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ, ദൈവം വലിയ ഉയർച്ചയിലേക്ക്, ഉന്നതിയിലേക്ക് കൊണ്ടുപോയ ഏത് വ്യക്തി ജീവിതങ്ങളെപ്പോലും തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ പിശാച് നോട്ടമിട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ മകൻ എൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുകയും യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായി കാണുകയും, പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ അവിടെ പ്രഗ്നൻസി ഇല്ല എന്ന് പറയുകയും ചെയ്തു. എന്നാലും പോസിറ്റീവായിട്ട് യൂറിൻ ടെസ്റ്റിൽ കണ്ടതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് മാത്രമേ അത്ഭുതം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആ ഡോക്ടർ ഒരു ഇവാഞ്ചലിസ്റ്റും കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പറയാനിടയായത്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, അനങ്ങരുത്, വെയിറ്റ് എടുക്കരുത്, ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കണം എന്നെല്ലാം. കാരണം ഞങ്ങൾക്കറിയില്ലായിരുന്നു കുഞ്ഞ് ട്യൂബിലാണെന്നുള്ളത്. ഡോക്ടറിന് മനസ്സിലായി കുഞ്ഞ് ട്യൂബിലാണെന്നുള്ളത്. 2 മാസം ആയിട്ടും പുറത്ത് ട്യൂബിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് ഡോക്ടർ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് ഡോക്ടർ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ല. പക്ഷേ വളരെയധികം സൂക്ഷിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കറക്റ്റായിട്ടുള്ള പൊസിഷനിലേക്ക് കുഞ്ഞ് കടന്നു വരാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് പറയുവാനിടയായി. എന്നാൽ ഞങ്ങൾക്ക് 3 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടാണ് ആ ഒരു പ്രഗ്നൻസി ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രഗ്നൻസി ലഭിക്കുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത്. അന്നേരം
പ്രാർത്ഥിച്ചു. 2-ാം മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വിളിക്കുകയും ഡോക്ടർ തീരുമാനിച്ചുകൊണ്ടാണ്, ഇന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ചിലവിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആപത്ത് ഉണ്ടാകുമെന്ന് ഡോക്ടറിനറിയാം. കാരണം ട്യൂബിൽ കുഞ്ഞ് വളരുകയാണെങ്കിൽ ട്യൂബ് പൊട്ടി ആ ഉദരത്തിൽ വഹിക്കുന്നതായ മാതാവ് മരിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഡോക്ടർ തന്നെ സ്വയം ചിലവ് വഹിച്ചുകൊണ്ട് ചെയ്യാനായിട്ട്, നമ്മെ അറിയിക്കാതെ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചാണ് വിളിച്ചത്. പക്ഷേ പ്രാർത്ഥനയുടെ ഫലത്താൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 2-ാം മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ സ്കാൻ റൂമിൽ കടന്നു വന്ന് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലേക്ക് സാഗ് കടന്നു വന്നതായിട്ട് കാണുവാനിടയായി. അപ്പോഴാണ് ഡോക്ടർ പറയാനിടയായത്, ഞാൻ ഇന്ന് ഇയാളെ വിളിച്ചു വരുത്തിയത് തൻ്റെ ഉദരത്തിൽ കത്തി വയ്ക്കാനാണ്. തൻ്റെ കുഞ്ഞ് യൂട്രസിലല്ലായിരുന്നു, ട്യൂബിലായിരുന്നു. എന്നാൽ ദൈവം വലിയ അത്ഭുതം ചെയ്യുവാനിടയായി. ദൈവം എൻ്റെ ഉദരത്തിലേക്ക് കുഞ്ഞിനെ നൽകിയത് യൂട്രസിലേക്ക് നിക്ഷേപിക്കുകയും ദൈവം എനിക്ക് എബി ഷാലോമിനെ ജന്മം നൽകുവാനായിട്ടുള്ള ആ ഒരു വലിയ സ്നേഹം എന്നിലേക്ക് പകരുവാനിടയായി തീർന്നു. ഇന്ന് അവൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവേലയിലായിരിക്കുമ്പോൾ അനേകം യുവാക്കളെ നേടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നത് കാണുമ്പോൾ, എൻ്റെ ഉദരത്തിൽ അവനായിരുന്നപ്പോൾ തന്നെ പിശാച് കൊല്ലുവാൻ ശ്രമിച്ചത് ദൈവം ശക്തമായി എടുത്തു ഉപയോഗിക്കും എന്നുള്ളത് പിശാച് മനസ്സിലാക്കിയിട്ടാണ്. അതുപോലെ അനേകം പേർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രവുമല്ല, അവൻ 1.25 വയസ്സായപ്പോൾ അവൻ മരണപ്പെട്ടതാണ്. വീണ്ടും ദൈവം അവന് ജീവൻ മടക്കി കൊടുത്തതാണ്. അങ്ങനെ പിശാച് തന്ത്രമിട്ടുകൊണ്ടേയിരിക്കും. പല പ്രതികൂലങ്ങളും പല പ്രശ്നങ്ങളും കൊണ്ടിടും. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നു എങ്കിൽ പിശാച് അതിനെ തകർക്കുവാൻ നോക്കും.